ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയ വേണുഗാനം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച ശ്രീമൻ നാരായണീയത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥാടനം. മേൽപ്പത്തൂര് നാരായണീയം രചിക്കാനുണ്ടായ ആ ഒരു പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം. തൻ്റെ ഗുരുനാഥനായ അച്യുതപിഷാരടി, തൃക്കണ്ടിയൂർ അച്യുതപിഷാരടിയിൽ നിന്നും വാതരോഗം സ്വീകരിച്ച് ആ വാതരോഗം അനവധി ചികിത്സകൾ നോക്കിയിട്ടും ഭേദമാകാതെ ഒടുക്കം വാതരോഗ ശമനത്തിനായിട്ടാണ് ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ, ഭജിക്കാൻ ആരംഭിക്കുന്നത്. തുഞ്ചത്താചാര്യൻ മീൻ തൊട്ട് കൂട്ടാനൊക്കെ പറഞ്ഞ കഥ വളരെ പ്രസിദ്ധമാണ്. ഏതായാലും എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ ഉപാസിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വലിയമ്പലത്തിലെ തെക്കേ വാതിൽ മാടത്തിൽ വന്നിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചത്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ആ വലിയ അമ്പലത്തിൽ തെക്കേ വാതിൽ മാടത്തിൽ അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫലകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് മേൽപ്പത്തൂര് നാരായണീയം രചിച്ച സ്ഥലം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ഭക്തന്മാർ അവിടെ കൈകൂപ്പി നിന്ന് തൊഴാറുണ്ട്. അപ്പം അങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ നാരായണീയ സ്തോത്രം രചിച്ചു തുടങ്ങിയത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹം ആണ് നാരായണീയം എന്നാണല്ലോ പ്രസിദ്ധം. കുട്ടി ഭാഗവതം എന്ന് നാരായണീയത്തിന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഭാഗവതത്തെ സംഗ്രഹിച്ചുകൊണ്ട് അവിടെ മേൽപ്പത്തൂർ തൻ്റെ ആ സംഗ്രഹ പാടവം നമുക്ക് നാരായണീയത്തിൽ കൂടി ആ തീർത്ഥയാത്ര നടത്തുന്ന സമയത്ത് കാണാൻ സാധിക്കും. അനുഭവവേദ്യമാകാൻ കഴിയുന്നർത്ഥം. അപ്പം അങ്ങനെ നാരായണീയം ആ ശ്രീമദ് ഭാഗവതത്തിനെ സംഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാര ലീലകൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ഗുരുവായൂരപ്പനോട് തന്നെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂര് നാരായണീയ സ്തോത്രം രചിച്ചത്. അങ്ങനെ ആ നാരായണത്തിൽ കൂടി ഒരു അക്ഷര പൂജ, അക്ഷര അർച്ചന അല്ലെങ്കിൽ അക്ഷര നിവേദ്യം എന്ന സങ്കല്പത്തിലാണ് നാരായണീയ സ്തോത്രം രചിച്ചുകൊണ്ട് തൻ്റെ വാതരോഗ ശമനത്തിനായിട്ട് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ ഭജിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപാസിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ദശകം പീഠിക ആയിട്ടാണ് വിശേഷിപ്പിച്ചത്. ശ്രീമദ് ഭാഗവതം അതുപോലെ തന്നെയാണ്. അപ്പം അങ്ങനെ നാരായണീയത്തിൽ ആ ആദ്യത്തെ 3 ദശകത്തിൽ തൻ്റെ രോഗത്തെക്കുറിച്ചൊന്നും മേൽപ്പത്തൂര് പറയുന്നില്ല. അപ്പോൾ ആദ്യം ഭഗവാന്റെ ആ രൂപമാധുര്യവും സാന്ദ്രാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ രൂപമാധുര്യം തിരുനാമാചാര്യൻ ആഞ്ഞം തിരുമേനിയൊക്കെ പറയാറുണ്ട്. സച്ചിദാനന്ദക്കട്ട എന്ന് ഗുരുവായൂരപ്പനെ വാത്സല്യപൂർവ്വം വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ സച്ചിദാനന്ദക്കട്ടയായ ഗുരുവായൂരപ്പൻ്റെ സാന്ദ്രാനന്ദ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് തൻ്റെ ആ നാരായണീയ സ്തോത്ര രചന ആരംഭിക്കുന്നത്. 100 ദശകത്തിൽ കൊണ്ട് ഏകദേശം 1000-ൽ പരം ശ്ലോകങ്ങൾ, ചില ദശകത്തിൽ 100-ൽ പരം 10-ൽ പരം ശ്ലോകങ്ങളുണ്ട്. അങ്ങനെ 1000-ൽ പരം ശ്ലോകങ്ങളെ കൊണ്ടാണ് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ രൂപമാധുര്യവും ഭഗവാന്റെ മഹാത്മ്യവും, 2ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹത്വം, ഭക്തിയുടെ മഹത്വം, 3ാമത്തെ ദശകത്തിൽ ഭക്തി പ്രാർത്ഥന എന്നിങ്ങനെയാണ് ആദ്യത്തെ ആ 3 ദശകത്തിൻ്റെ ഒരു ഏകദേശ വിവരം. അപ്പം അങ്ങനെ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ ഒരു സാന്ദ്രാനന്ദ സ്വരൂപം ആയിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് ആരംഭിക്കുന്ന ആ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ജന്മാദ്യസ്യ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം ഭഗവാന്റെ ആ ഈശ്വരൻ്റെ ബ്രഹ്മലക്ഷണം ആയിട്ടാണ് ആചാര്യന്മാർ പറയുക. അതേപോലെ തന്നെയാണ് ശ്രീമദ് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം ബ്രഹ്മലക്ഷണം തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ആ നിർഗുണസ്വരൂപമായിട്ടുള്ള പരമാത്മസ്വരൂപമായിട്ടുള്ള ബ്രഹ്മതത്വം, ബ്രഹ്മലക്ഷണം വർണ്ണിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് തൻ്റെ ആ നാരായണീയ സ്തോത്ര രചന ആരംഭിക്കുന്നത്. നമുക്കും ഈ ശ്രീമദ് നാരായണീയത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥയാത്ര ആരംഭിക്കാം. വരുന്ന ദിവസങ്ങളിലായിട്ട് ഈ നാരായണീയ വേണുഗാനം എന്ന് പേര് നൽകിയിട്ടുള്ള ഈ
മേൽപ്പത്തൂര് രചിച്ചിട്ടുള്ളതായ ശ്രീമൻ നാരായണീയത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥ യാത്രയുടെ തുടക്കം കുറിക്കാം. സാധാരണ ഭാഗവത സപ്താഹമാണെങ്കിലും നാരായണീയ സപ്താഹമാണെങ്കിലും ഒരു മാഹാത്മ്യ പ്രഭാഷണം അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വാക്കുകൾ ഒരു മാഹാത്മ്യ പ്രഭാഷണമായിട്ട് അല്ലെങ്കിൽ ആമുഖമായിട്ട് നമുക്ക് കണക്കാക്കാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശ്രീമൻ നാരായണീയ വേണുഗാനം എന്ന ശ്രീമൻ നാരായണീയത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥയാത്ര നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.